വൈവിധ്യമാർന്ന ബഹിരാകാശ നേട്ടങ്ങൾ ലോകത്ത് ആദ്യമായി കൈവരിച്ച ചരിത്രമാണ് ഇന്ത്യൻ ബഹിരാകാശ രംഗത്തിനെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. മനുഷ്യനെ തൊടുന്ന നിരവധി നേട്ടങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ രംഗം കൈവരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ തിരുവനന്തപുരം ലയോള സ്കൂളിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി രംഗങ്ങളിൽ ഭാരത ബഹിരാകാശ രംഗം കൈവരിച്ചത് ലോകത്തെ ആദ്യ നേട്ടങ്ങളായിരുന്നു. മാതൃകാപരവുമായിരുന്നു ആ വിജയങ്ങളെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. Three cradle stages. When I talk about cradle, that alone I can talk 3 hours, but I am not going to venture into that. For a simple example, I will give you. In an aircraft engine, to generate a 20-ton thrust, 1000 kg per second air fuel is used. In a cradle engine, we use only 45 kg per second. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച വിശദമായ പ്രഭാഷണമായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസർ SK സതീഷ് സെമിനാറിൽ അവതരിപ്പിച്ചത്. Human activity causes a higher global temperature than at any time in the past 1.2 million years. According to this report, the predicted temperature increase by 2050 is likely to be at least 2 degrees Celsius. So that means almost half of the world population is likely to experience heat waves at least 100 days per year, compared to a couple of days per year now. കാലാവസ്ഥാ വ്യതിയാനം വരുത്തിവെക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും IIScയിലെ കാലാവസ്ഥാ വ്യതിയാന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഡോക്ടർ H. പ്രമേഷ് അവതരിപ്പിച്ചു. പ്രശ്നോത്തരി ഉൾപ്പെടെയുള്ള കൗതുകമാർന്ന പരിപാടികളോടെയാണ് സെമിനാർ സമാപിച്ചത്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളും സെമിനാറിന്റെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് ജനം.